ഒരു 10,000 രൂപ മന്ത്ലി സാലറി വാങ്ങിക്കുന്ന ആളും 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ആളും നമ്മുടെ സൊസൈറ്റിയിൽ 10,000 വാങ്ങിക്കുന്ന ആളുടെ അയാളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചായക്കടയിൽ പോയിട്ട് സാധാ ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കും. 10 രൂപയ്ക്ക് 12. 2 ലക്ഷം വാങ്ങിക്കുന്നവന് ചിലപ്പോൾ 5 സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ സ്റ്റാർബക്സിലോ കയറിയിട്ട് 300 രൂപ കൊടുത്ത് കുടിക്കും. ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. ഇതൊരു തെറ്റിദ്ധാരണയാണ് ചൈനയിലുള്ള കോപ്പി കാറ്റ് എന്നുള്ളത്. ചൈനയിലെ ജനങ്ങൾ അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചൈനയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ദേ ആർ യൂസിങ് ദ മോസ്റ്റ് എക്സ്പെൻസീവ്. ഒരു ബാഗ് ആണെങ്കിലും ഒരു ഷൂ ആണെന്നുണ്ടെങ്കിലും ഒരു എല്ലാവരുടെ കയ്യിലും ഐഫോൺസ് ആണ്. അവർ ഉപയോഗിക്കുന്ന ലൂയി വിട്ടൺ ആണ് അല്ലെങ്കിൽ ഗുച്ചി അല്ലെങ്കിൽ വലിയ ഇന്റർനാഷണൽ ബ്രാൻഡ്സ്. ഒരു ഷൂവിനൊക്കെ 2-3 ലക്ഷം. ഹൈ ഒറിജിനലാണ്. അവർ ഒരിക്കലും കോപ്പി ഉപയോഗിക്കുന്നില്ല. അവർ മാക്സിമം ഉപയോഗിക്കുന്നവരുണ്ടാവും, പക്ഷെ എന്നാലും ഒരു മെജോറിറ്റി പീപ്പിൾ ഉപയോഗിക്കുന്നത് നല്ല സാധനങ്ങളാണ്. ഇപ്പൊ കോപ്പി കാറ്റ് നിങ്ങൾ പറഞ്ഞു 2024 1.5 മില്യൺ പാറ്റന്റ് എടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന. മറ്റു രാജ്യത്തിൽ അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇത്രയും പാറ്റന്റ് വരുന്നത് ഇന്നോവേഷൻ കാരണമാണ്, അല്ലാതെ അവര് ചിത്രം വരച്ചുണ്ടാക്കിയതല്ല. അപ്പൊ ഇത്രയും പാറ്റന്റ്. പിന്നെ ലോകോത്തര ബ്രാൻഡുകളെല്ലാം പ്രൊഡക്ഷൻ നടത്തുന്നത് ചൈനയിലാണ്, അവരുടെ സപ്ലൈ ചെയിൻ കാരണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഓരോ മാർക്കറ്റിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാൻഡൻ ഫെയറിന് പോയി കഴിഞ്ഞാൽ 50,000+ സ്റ്റാളുകൾ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ US യൂറോപ്പ് ചെയ്യുന്ന മാർക്കറ്റ് ചെയ്യുന്ന ഫാക്ടറിക്കാരടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ തിരിഞ്ഞുകൂടി നോക്കില്ല. യു ആർ ഫ്രം ഇന്ത്യ, ഓക്കെ, ദിസ് ഇസ് നോട്ട് യുവർ പ്രോഡക്റ്റ്. കാരണം നമ്മുടെ പ്രോഡക്റ്റ് അല്ലാതെ ആ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ അവരുടെ ഒരു ധാരണ, പക്ഷേ നിങ്ങൾക്ക് അത് വാങ്ങിക്കാനോ അതിനുള്ളൊരു മാർക്കറ്റോ നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് വേണ്ടത് കുറച്ചുകൂടി അങ്ങോട്ട് പൊക്കോളൂ, അവിടെ ഉണ്ട് വേറെ സ്റ്റോൾ. അതാണ് നിങ്ങൾക്ക് ഇന്ത്യക്കാരുടെ ഒരു ഈ കോപ്പി എന്ന് പറയുന്ന പോലെ തന്നെയുള്ള ഒരു പെർസെപ്ഷൻ ആണ് ലോ ക്വാളിറ്റി ആണ്, കേട് വരും. അതെ, എൻ്റെ ഒരു കമ്പനി ഏകദേശം ഒരു 500 ആൾക്കാർ വർക്ക് ചെയ്യുന്ന കമ്പനി. നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്, മാനുഫാക്ചറിംഗ് ഉണ്ട്. നമ്മൾ വേൾഡിലെ ലീഡിംഗ് ബ്രാൻഡുകൾക്ക്, ഞാൻ ബ്രാൻഡുകൾ ആരെന്ന് പറയുന്നില്ല, ലീഡിംഗ് ബ്രാൻഡുകൾക്ക് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഹൈ റിക്വയർമെന്റ് ഉള്ള കസ്റ്റമേഴ്സ് നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലോ റിക്വയർമെന്റ് ഉള്ള കസ്റ്റമേഴ്സ് നമ്മൾ പോലും ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ മാർക്കറ്റിൽ അവൈലബിൾ ഇപ്പോൾ സ്മാർട്ട് വെയറബിൾ തന്നെ സ്മാർട്ട് വാച്ച് ഉണ്ട്, സ്മാർട്ട് റിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ റിംഗിൽ പോലും നമ്മൾ ECG ഇംപ്ലിമെന്റ് ചെയ്തു, NFC ഇംപ്ലിമെന്റ് ചെയ്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തു. ഇതെല്ലാം ഇന്നോവേഷനാണ്. ഇതെല്ലാം നമ്മൾ ഒരു സ്മാർട്ട് റിംഗിൽ ആരാണ് ECG ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഏത് രാജ്യമുള്ളത്? വളരെ റയറാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നമ്മൾ ഇന്നോവേറ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ ECG ഇങ്ങനെ മെഷർ ചെയ്യണം. യെസ്, നമുക്ക് അത് സെറ്റ് ചെയ്യാം. എപ്പോഴാണ് നമ്മൾക്ക് ECG ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ആപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ പൊതുവെ ഒരു ജനങ്ങൾ ഒരു പ്രോഡക്റ്റ്, ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കും, അതിൻ്റെ പിന്നെ ഫങ്ഷൻസും നോക്കും. എന്നിട്ട് അവർ പറയും ഇത് $10. സെയിം സ്പെസിഫിക്കേഷൻസും സെയിം ഫങ്ഷൻസുള്ള ഇപ്പുറത്തിരിക്കുന്ന വേറൊരു ഫോണിന് ചിലപ്പോൾ $15. ദേ കാനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഒരു ബിസിനസ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് നോളജ് വേണം. പ്രോഡക്റ്റ് നോളജ് ഇല്ലെങ്കിൽ ആ ബിസിനസ് ലോങ് ടൈമിൽ പോവില്ല. അപ്പോൾ ഇവർ വന്നിട്ട് നോക്കുന്ന വെച്ചാൽ ഇതിലും ഫങ്ഷൻസ് ഉണ്ട്, സെയിം ഫങ്ഷൻസ് ഉണ്ട്, ഇതിലും ഫങ്ഷൻസ്, ഇതെന്തുകൊണ്ട് $15? അതിനുള്ള ഉത്തരമാണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അത് റിലയബിലിറ്റി സ്റ്റാൻഡേർഡ്സ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോണിന്റെ ബട്ടൺ, ആ ബട്ടണ് 1 ലക്ഷം പ്രാവശ്യം ലൈഫ് കിട്ടുന്ന ബട്ടൺസ് ഉണ്ട്. അതുപോലെ ക്ലിക്ക് കഴിഞ്ഞാൽ കേടാവത്തുണ്ട്. അതുപോലെ തന്നെ 10,000 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാലുണ്ട്. ഫങ്ഷൻസ് ഒക്കെ സെയിം ആണ്. ഇതിന്റെ ഡ്യൂറബിലിറ്റി മാറും, അതിന്റെ മെറ്റീരിയൽസ് മാറും, അതിന്റെ മോൾഡിംഗ് സിസ്റ്റംസ് മാറും. മോൾഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്, അത് മാറും. പിന്നെ അതിന്റെ റിലയബിലിറ്റി, ഫോണിന്റെ ആണെന്നുണ്ടെങ്കിൽ OGS തന്നെ ഗ്ലാസ്സുകളുണ്ട്, അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചിനാണെന്നുണ്ട് OGS തന്നെ 1 ഗ്ലാസ് സൊല്യൂഷൻസ്. അത് നമ്മളൊരു 0.8 മീറ്ററിൽ പോലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. കാരണം അത്തരം പ്രോഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അത് ചിലപ്പോൾ 1000 രൂപക്കോ 1000. അതേ സ്ഥാനത്ത് നമ്മൾ G+F ഗ്ലാസ് പ്ലസ് ഫിലിം എന്നുള്ള ഒരു കൺസെപ്റ്റിലുള്ള ഡിസ്പ്ലേ നമ്മൾ ഉപയോഗിക്കും. അത് 1.2 മീറ്ററിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടില്ല. അതുപോലെ വാട്ടർ റെസിസ്റ്റൻസ്. നമ്മള് സോണിയുടെ ഫാക്ടറിയിൽ പോയിരുന്നല്ലോ, അവിടെ അവർ ഇത് കാണിച്ചു. അതായത് വാട്ടറിന്റെ പ്രഷർ ടെസ്റ്റ് താഴെ, പിന്നെ വെള്ളത്തില് ഡ്രോപ്പ് ടെസ്റ്റ്, അങ്ങനത്തെ കുറെ ഒരുപാട് റിലയബിലിറ്റി ടെസ്റ്റുകളുണ്ട്. -30 അതുപോലെ +70 ടെമ്പറേച്ചറിൽ ചെയ്യുന്ന, പിന്നെ ഹ്യൂമിഡിറ്റി ടെസ്റ്റ്, പിന്നെ UV ടെസ്റ്റ്, അങ്ങനെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഹയർ കമ്പനികൾ, വലിയ കമ്പനികൾ ഇതെല്ലാം റിക്വയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിതെല്ലാം വേണം അവർക്ക്. ഈ സാധനങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോൾ പ്രൈസ് കൂടും. പിന്നെ അതുപോലെ തന്നെ അപ്പിയറൻസ് ടെസ്റ്റുകളുണ്ട്, അപ്പിയറൻസ് റിക്വയർമെന്റ് ഉണ്ടാവും. ഇപ്പോൾ ചിലതുണ്ടാവും സ്ക്രാച്ച് ആണെന്നുണ്ടെങ്കിൽ എത്ര വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഡോട്ട് ആണെങ്കിൽ എത്ര വരണം എന്നുള്ളത്. അപ്പോൾ അതൊന്നും വേണ്ടാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10,000 പീസ് ഒരു പിന്നെ ഫാക്ടറി സപ്ലൈ ചെയിനിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും ഒരു 70% നമുക്ക് കിട്ടും. ബാക്കി 30% നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അവരുടെ കോസ്റ്റ് അവിടെ ആഡപ്പ് ആവണം. ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ ജനങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നതാണ് ഇതിന് 10 രൂപ, ഇതിന് 15 രൂപ. എന്തുകൊണ്ട്? നമുക്ക് പ്രോഡക്റ്റ് നോളജ് ഇല്ലാതെ നമ്മളെപ്പോഴും ഇതിന്റെ പ്രൈസ് കൂടുതലാണ്, ഇത് വേണ്ടതാണ്. സിമ്പിൾ എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഇവിടെ ഓപ്പോ എന്ന് പറഞ്ഞ ഫോൺ ഉണ്ടല്ലേ, അല്ലെങ്കിൽ റിയൽമി എന്ന് പറഞ്ഞ ഫോണുകളുണ്ട്, അല്ലെങ്കിൽ സാംസങ് ഉണ്ട്. സാംസങ്ങിന് 15,000 രൂപയുടെ ഫോണുണ്ട്, ഐഫോണിന് 1 ലക്ഷം രൂപയുടെ മേലെ ഉണ്ട്. ഈ ഓപ്പോ ആയാലും സാംസങ്ങിന്റെ 15,000 രൂപയുടെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം കിട്ടും, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്,
കോൾ ചെയ്യാൻ പറ്റും, എല്ലാ സംഭവം വേണ്ടുന്നെല്ലാം ഉണ്ട്. ഐഫോണിലുള്ള എല്ലാ ഇതിനകത്തുണ്ട് അല്ലേ, ഒരാൾക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു ഷോറൂമിൽ ചെന്നിട്ട് പറയോ ഇവിടെ 15,000 രൂപ നിങ്ങൾക്ക് ഐഫോണിന്റെ ഷോറൂമിൽ കയറിയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അവിടെ 15,000 രൂപ കിട്ടും, നിങ്ങൾ എന്താ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് എന്താ 1 ലക്ഷം രൂപ. ദാറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഡിഫറൻസ്. അത് മനസ്സിലാക്കാത്തോടത്തോളം കാലം നമ്മളൊരു ട്രേഡർ ആയിട്ട് മാറും. ചിലപ്പം ഒരു ലോങ് ടൈം വിഷൻ ഉണ്ടാവില്ല, ലോങ് ടൈം ബ്രാൻഡായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോപ്പി കാറ്റ് എന്ന് പറയുന്ന ചൈനയിലെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും തെറ്റിദ്ധാരണയാണ്.